ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പോലെ ഇപ്പം മേഘനാഥിൻ്റെ കയ്യിലാണ് കോർട്ടിലിരിക്കുന്ന ആ പന്ത് ഇരിക്കുന്നത് തന്നെ. കാരണം മേഘനാഥൻ ഇപ്പം വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നുണ്ട്. മേഘനാഥനാണെങ്കിൽ മഞ്ജുവിൻ്റെ അരികിലേക്ക് പോയി മഞ്ജുവിനെ അവിടെ നിന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സാഗറിനെയും ആ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. സാഗറിന് ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെ, കഞ്ചാവ് കേസ് ഉള്ളത് കൊണ്ട് തന്നെ സാഗറിന് ഇനി ജോലി അന്വേഷിച്ച് എവിടെയും പോകാൻ കഴിയില്ലെന്ന് മേഘനാഥന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവസാനത്തെ ആ കണ്ണിക നമ്മുടെ കണ്ണൻ്റെ ആ ഒരു ഓഫീസായിരുന്നു. അവിടുന്നും ഉണ്ണി നമ്മുടെ മേഘനാഥിൻ്റെ സംസാര രീതിയൊക്കെ കേട്ടിട്ട് ഉണ്ണിയാണെങ്കിലും നമ്മുടെ സാഗറിനെ അവിടെ നിന്നും പുറത്ത് ചാടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിയോട് മേഘനാഥൻ പറയുന്നുണ്ട്, നീ കണ്ടില്ലേടാ, ഞാൻ നടത്തിയെടുക്കാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലാണ് പന്തിരിക്കുന്നത്. ഞാൻ എവിടെയാണോ എറിയുന്നത് അവിടെയാണ് ഗോളി പോസ്റ്റ് എന്നൊക്കെയാണ് നമ്മുടെ മേഘനാഥൻ പറയുന്നത് തന്നെ. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്, അയ്യേ സാഗറിന് എന്തായാലും ഇനിയൊരു ജോലി കിട്ടാൻ ഒരു വഴിയില്ല. ആ മഞ്ജുവിനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നാണം കെടുത്തിയിട്ടുണ്ട്. അവളെന്തായാലും ജോലിക്കൊന്നും ഇനി പോകത്തില്ല. അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും തള്ളിക്കളയണ്ട. ഈ ഒരു അവസ്ഥയൊക്കെ നമ്മുടെ കണ്ണേട്ടൻ അറിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മഞ്ജുവിനെ തിരിച്ച് വീട്ടിലോട്ട് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മേഘേട്ടാന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. അപ്പം മേഘനാഥൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നില്ല ഉണ്ണി. കാരണം സാഗറിനെ ഒരുപാട് വെറുക്കുന്നുണ്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ. മഹാലക്ഷ്മി അതിനേക്കാളും വെറുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് അവൻ അവിടെ ജോലിക്ക് വന്ന സമയത്ത് മഹാലക്ഷ്മി അവനെ ഇറക്കി വിട്ടത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലോട്ട് ക്ഷണിക്കുമെന്നൊന്നും എനിക്ക് തോന്നില്ല. എന്തായാലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും നമുക്ക് വഴിയെ പറഞ്ഞാൽ മതി. കാരണം എല്ലാവരും അറിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നുമില്ലാതായിപ്പോയി നമുക്ക് തന്നെയാണ് അതിൻ്റെ നാണക്കേട്. അതുകൊണ്ട് നമ്മൾ ആരോടും ഇപ്പോൾ ഒന്നും പറയണ്ട, എല്ലാം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ ഉണ്ണിയോട് മേഘനാഥൻ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഞ്ജുവിൻ്റെ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ പെട്ടെന്ന് സാറിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞാൽ മതി. എന്തായാലും നീ ഒറ്റയ്ക്ക് ചെല്ല്, ഞാൻ കൂടെ വന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആ മാനേജറിൻ്റെ അടുത്തേക്ക് മഞ്ജു പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ. മഞ്ജുവിനാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്നും എങ്ങനെയാണെന്നും ഒന്നും മഞ്ജുവിന് ഇപ്പോൾ തീരെ അറിയില്ല. കാരണം ഈ ജോലിയും കൂടെ പോയാൽ തനിക്കും തൻ്റെ ഭർത്താവിന് ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതാവുമല്ലോ എന്നൊക്കെ മഞ്ജു ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. മേഘനാഥൻ ഒരു വൃത്തികെട്ടവനാണ്, അവനാണ് എൻ്റെ ജീവിതം തകർത്തത്, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല എന്നൊക്കെ പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ട്. അല്ലെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ എല്ലാവരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാവരും വിചാരിക്കുന്നത് സുഖം തേടിയിട്ടാണ് ഓരോ പെൺകുട്ടികൾ ഓരോ ആൾക്കാരെ അടുത്ത് പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മളെ സ്നേഹിക്കാണ്ട് നിൽക്കുമ്പോൾ ആ സ്നേഹം മറ്റൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ പോകുന്നതാണ് അറിയാതെ. അത് മഞ്ജുവിനെ നമുക്ക് കുറ്റം പറയാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം മേഘനാഥൻ അങ്ങനത്തെ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആ മാനേജറോട് പറയുന്നത്. പക്ഷേങ്കിൽ മാനേജറാണെങ്കിൽ മഞ്ജുവിനെ വേറെ രീതിക്ക് എടുത്തിട്ട് മഞ്ജുവിൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ നീ ഇങ്ങോട്ട് എനിക്കൊരു സഹായം ചെയ്യണം, ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ ഇവിടെ വരണമെന്നൊക്കെ നമ്മുടെ മാനേജർ പറയുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാനേജറെ മുഖത്തടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോൾ നമ്മുടെ മാനേജർ പറയുന്നുണ്ട്, നിന്നെപ്പറ്റി ഇവിടെ മൊത്തം ഭയങ്കരമായിട്ട് മോശപ്പെട്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടെ ഇത് പറഞ്ഞാൽ പിന്നെ നിനക്കിവിടെ ജീവിച്ചു തന്നിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നീ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട. എന്തായാലും നീ ഇപ്പോൾ ഇവിടുന്ന് പൊക്കോ, നിൻ്റെ ജോലിയൊക്കെ ഇവിടുന്ന് ഇല്ലാതായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാനേജറോട് മഞ്ജു പറയുന്നുണ്ട്, അത് എനിക്ക് നന്നായിട്ട് അറിയാടോ, എന്താണ് ഈ ലോകം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും സത്യമുള്ള കാര്യമല്ല ഈ ലോകം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണോ തെറ്റ് അത് മാത്രമേ ഈ ലോകം വിശ്വസിക്കുകയുള്ളൂ. അത് നീയെന്നല്ല, ഏതൊരുത്തം വന്ന് പറഞ്ഞാലും പെൺകുട്ടികളെ ഇങ്ങനെ മോശക്കാരിയാക്കാൻ ഏതൊരാളിനും സാധിക്കും. പക്ഷെങ്കിൽ നിങ്ങൾ ആൺകുട്ടികൾ ഇങ്ങനെ ചെയ്താലോ അതിന് പ്രത്യേകിച്ച് യാതൊരു പേരുമില്ല, പെൺകുട്ടികൾ ചെയ്യുന്നതിനാണല്ലോ പേരൊക്കെ എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറയുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നുണ്ട്, നിൻ്റെ സംഭാഷണമൊന്നും എനിക്ക് കേൾക്കണ്ട, നിനക്ക് ഇന്നത്തെ കൂലിയുമില്ല ഒരു കൂലിയുമില്ല, ഇപ്പം തന്നെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കണം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ആ മാനേജർ പറയുന്നുണ്ട്. അപ്പം മഞ്ജു പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്ക് എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളോട് ഞാൻ പറഞ്ഞാൽ നിൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കുമെന്നൊക്കെ ആ മാനേജറോട് നമ്മുടെ മഞ്ജു വെല്ലുവിളിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ മഞ്ജുവിന് സത്യം പറഞ്ഞാൽ കണ്ണനൊന്നും ഇപ്പോൾ കൂടെയില്ല. പക്ഷേങ്കിൽ കണ്ണനെ പറ്റി അങ്ങനെ നമ്മുടെ മഞ്ജു ഒരു ഇതിലങ്ങ് പറഞ്ഞതാണ്, താൻ ഒറ്റയ്ക്കല്ല, തൻ്റെ വീട്ടുകാർ കണ്ണേട്ടൻ കൂടെയുണ്ട് എന്നുള്ളൊരു ഇത് നമ്മുടെ മഞ്ജു പറഞ്ഞതാണ്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ പുറത്തിറങ്ങി കൂട്ടുകാരിയോടൊക്കെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അയാൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു, എനിക്ക് എന്തായാലും ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, എനിക്ക് ഇവിടെ നിന്നിട്ടും മടുത്തു, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, ആഹാരത്തിന് പോലും വകയില്ലാത്തതുകൊണ്ട് ഇയാളുടെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല, ആഹാരത്തിന് വകയില്ലെന്ന് പറഞ്ഞാലും ശരീരം വിറ്റ് ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടില്ല എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഈ ഒരു അവസ്ഥയെല്ലാം കടന്നുപോയി. ആ ഒരു സമയത്ത് മഞ്ജു പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അവിടെ സാഗർ ഉണ്ടായിരുന്നു. സാഗറാണെങ്കിൽ എന്ത് പറ്റി മഞ്ജു, നീ ആകെ മൊത്തം ഒരു വിഷമിച്ചുകൊണ്ടാണല്ലോ വരുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ സാഗറിനോട് മഞ്ജു പറയുന്നുണ്ട്, ഇന്ന് ഓഫീസിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യാം,
എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ മാത്രം ആയിപ്പോയത്, ഞാൻ അതിന് മാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആ മേഘനാഥൻ നമ്മളെ രണ്ടുപേരെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണേട്ടനടുത്ത് പോവാണ് മഞ്ജു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മഞ്ജു പോകുന്നത് തന്നെ. അപ്പം നമ്മുടെ സാഗർ പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ട് യാതൊരു കാര്യവും ഇല്ല മഞ്ജു, അങ്ങനെ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നമ്മളോടൊരു ദയ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവിടെ നിന്ന് മഹാലക്ഷ്മി എന്നെ ഇറക്കി വിടില്ലായിരുന്നു ഉണ്ണിയുടെ വാക്കും കേട്ടിട്ട്. നീ കണ്ടതല്ലേ, ഞാനെല്ലാം പറഞ്ഞതല്ലേ നിന്നോട്, പിന്നെ നീ എന്തിനാ അവരുടെ അടുത്തേക്ക് പോകുന്നത്, അവർക്കൊന്നും നമ്മളെ തീരെ ഇഷ്ടമല്ല മഞ്ജു എന്നൊക്കെ നമ്മുടെ മഞ്ജുവിനോട് നമ്മുടെ സാഗർ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല സാഗരേട്ടാ, ഞാനൊന്ന് കണ്ണേട്ടനടുത്ത് വരെ പോയിട്ട് വരാം, ഇനിയിപ്പോൾ കണ്ണേട്ടൻ തീരുമാനിക്കട്ടെ നമ്മൾ മരിക്കണോ ജീവിക്കണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ണൻ്റെ അരികിലോട്ട് മഞ്ജു പോകുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഇങ്ങനെ ഒരാളായിരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല, എല്ലാവരും ഞങ്ങളെ ഉപദ്രവിക്കുമ്പോഴെങ്കിലും ഞങ്ങളെ ജീവിക്കാനെങ്കിലും കണ്ണേട്ടനെങ്കിലും അനുവദിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, അല്ലെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നില്ലേ എൻ്റെ ഏട്ടൻ, ഇപ്പോൾ എന്തു പറ്റി ഇങ്ങനെയൊക്കെ, ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്, എൻ്റെ ഭർത്താവ് ഇവിടെ കൂലിപ്പണിക്ക് വന്നപ്പോഴും ഈ ഏട്ടത്തി എന്തിനാണ് ഇറക്കി വിട്ടത്, ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്, കണ്ണേട്ടനോട് കണ്ണേട്ടൻ എന്നെ ഇത്രയും മാത്രം വെറുക്കാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോയി എന്നതല്ലാതെ വേറൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, പണ്ട് മുതലേ മേഘനാഥേട്ടൻ ശരിയല്ലെന്ന് കണ്ണേട്ടൻ പറയുമ്പോഴും എനിക്ക് കണ്ണേട്ടനോട് ഒരു വിശ്വാസക്കുറവായിരുന്നു, മേഘേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല, പക്ഷേങ്കിൽ എല്ലാം നേരിട്ട് ബോധ്യമായ സമയത്താണ് സാഗർ എൻ്റെ ജീവിതത്തിലോട്ട് വന്നത്, സാഗറിനെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അറിയാതെ അയാളെ സ്നേഹിച്ചു പോയി, അത് എൻ്റെ കുറ്റമാണോ കണ്ണേട്ട, നിങ്ങളെന്താ എന്നെ മനസ്സിലാക്കാത്തത്, എനിക്ക് പോകുന്ന സ്ഥലത്തൊക്കെ ആ മേഘനാഥൻ എൻ്റെ പുറകെ വന്ന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്, എൻ്റെ എല്ലാ ജോലിയും അയാൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാളാണെങ്കിൽ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് എന്നെപ്പറ്റി അപമര്യാദയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അവിടുത്തെ ഓഫീസറും മാനേജറും ഒക്കെ ആണെങ്കിൽ എൻ്റെ കൈ കയറി പിടിച്ചു എന്നോട് സഹകരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, എൻ്റെ മുമ്പിൽ ഇപ്പം മരണമല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല, കണ്ണേട്ടനോട് അവസാനമായിട്ട് യാത്ര പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഏട്ടനോട് എന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ.